നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാനസിക സമ്മർദ്ദം എന്നാൽ എന്താണെന്നും അത് നമ്മളുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർക്കുന്നതെന്നും അതിൽ നിന്നും എങ്ങനെയാണ് പുറത്തു വരുന്നതെന്നും നമുക്ക് നോക്കാം. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിലാണ് ഇത് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വ്യക്തത ലഭിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നും ഇത് എങ്ങനെ പരിഹരിക്കാമെന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ശരീരം തളർന്നിട്ടില്ല, പക്ഷെ മനസ്സ് തളർന്ന പോലെ. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്നത് പോലെ തോന്നുക. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണ സഹിതം നോക്കാം. നിങ്ങൾ ഉദാഹരണമായി ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ നോക്കുന്നത് യൂട്യൂബാണ്, വാട്സപ്പ് ആണ്, ഇൻസ്റ്റാഗ്രാം ആണ്. അവന് കുറെ അധികം ബാധ്യതകളെ കുറിച്ചുള്ള ചിന്തകൾ വരും. അതുപോലെ തന്നെ അവന്റെ തലയിൽ നൂറുകണക്കിന് ചിന്തകൾ ഒരേ ടൈം ഓടി നടക്കും. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ച് അവന്റെ ഒരു ദിവസം തന്നെ നീങ്ങിപ്പോകും. പക്ഷേ ആ ചെറുപ്പക്കാരനെ പുറത്തു നിന്ന് ഒരാൾ നോക്കിയാൽ അയാൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെ പറയും. കാരണം അയാളുടെ ഉള്ളിലാണ് പ്രശ്നമുള്ളത്. നൂറുകണക്കിന് നെഗറ്റീവ് ചിന്തകൾ വെച്ച് പുറത്ത് ചിരിച്ചു കാണിക്കുന്നവരായിരിക്കും. പക്ഷെ അവരുടെ ഉള്ള് ആരും തന്നെ കാണുന്നില്ല. ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും അവന് പലതരത്തിലുള്ള ചിന്തയാണ്. അവൻ ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് അവന് ശരിയായ രീതിയിൽ ഉറക്കം തന്നെ ലഭിക്കുകയില്ല. ഇത് ഇന്നത്തെ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ അടുത്തൊരു പ്രശ്നമാണ് സ്വന്തം ജീവിതത്തെ സോഷ്യൽ മീഡിയയുമായി കമ്പയർ ചെയ്യുക എന്നത്. അതായത് സോഷ്യൽ മീഡിയ നോക്കി അവൻ ചിന്തിക്കാൻ തുടങ്ങും, എനിക്ക് ഇതില്ല, എൻ്റെ ലൈഫിൽ സന്തോഷമില്ല, ഇവരൊക്കെ ഹാപ്പി ആയി ഇരിക്കുന്നു, ഈ ലോകത്ത് എനിക്ക് മാത്രമാണ് പ്രശ്നം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. എന്തിന്? ആളുകളിൽ നിന്ന് വരെ അവൻ മാറി ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങും. ചിരി കുറയും, സംസാര രീതി തന്നെ മാറിപ്പോകും. പിന്നീട് അവൻ ചെയ്യാൻ തുടങ്ങുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? എല്ലാം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും. ഞാൻ സ്ട്രോങ് ആണ്, എല്ലാ പ്രശ്നവും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, ആരും എന്നെ ഉപദേശിക്കണ്ട, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം അവൻ പറയാൻ തുടങ്ങും. പക്ഷേ മനസ്സ് ഒരു ബോട്ടിൽ പോലെയാണ്. മനസ്സിനകത്ത് സമ്മർദ്ദം നിറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഒരു ദിവസം പൊട്ടുക തന്നെ ചെയ്യും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാനസിക സമ്മർദ്ദം മനുഷ്യരായ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മാനസിക സമ്മർദ്ദം എന്നത് വെറുമൊരു ചിന്ത മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഒരാളുടെ കൺസിസ്റ്റൻസി കുറയും എന്നതാണ്. ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ തകരാൻ ഏറ്റവും വലിയ കാരണവും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരോടും പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരും എന്നതാണ്. ഇതും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. 3, ശരിയായി ഉറങ്ങാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് ശരിയായി ഉറങ്ങാൻ കഴിഞ്ഞാൽ മാത്രമേ ശരിയായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മാനസിക സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം ഓർത്തുകൊണ്ട് അയാൾക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ശരിയായ സമയത്ത് ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ചില ആളുകളിൽ കണ്ടുവരുന്നതാണ്. ചില ആളുകൾ ഒരുപാട് ഫുഡ് വാരി വലിച്ചു തിന്നും. ചില ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒട്ടും വിശപ്പ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ വ്യക്തിയുടെ മനസ്സിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുമോ? സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും. അവന് സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമില്ല എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയയിൽ അവരുടെ ഹൈലൈറ്റ് മാത്രമാണ് കാണിക്കുന്നത്.
പക്ഷെ അവരുടെ ഉള്ളിലും സങ്കടങ്ങളുണ്ട്. ഈ ലോകത്ത് സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സങ്കടമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. ചെറിയ രീതിയിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് ഈ സ്ട്രെസ് നിങ്ങൾ കൂട്ടരുത്. അപ്പോൾ പരമാവധി മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതം കമ്പയർ ചെയ്യുന്നത് കുറയ്ക്കുക. പറ്റുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എടുക്കുക. ഒരു കാര്യം ഓർക്കണം, മനസ്സ് തളരുന്നത് ബലഹീനതയല്ല, ശാന്തമായി പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ശക്തനും. പല ആളുകളും പുറത്ത് ഹാപ്പിയായി നടക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ആരെങ്കിലും അവരെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് അവർ സ്വയം ചിന്തിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു ചോദ്യം പോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി. ആ വ്യക്തി ചിലപ്പം അത് കേട്ടപാടെ ഭയങ്കര സന്തോഷം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകും. നമുക്ക് ചെറിയ ചോദ്യങ്ങൾ കൊണ്ട് പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മാനസിക സമ്മർദ്ദത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് എങ്ങനെ പുറത്തു കടക്കാം എന്നാണ്. നിങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായി ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരോടും പോയിട്ട് നമ്മുടെ പ്രശ്നം പറയാൻ പാടില്ല. നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് നമ്മളെ മനസ്സ് തുറന്ന് സംസാരിക്കണം. ചിലപ്പോൾ അത് നിങ്ങളുടെ കുടുംബക്കാരാകാം, അല്ലെങ്കിൽ കൗൺസിലർ ആവാം. ഇവരോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കിട്ടും. നമ്മൾ ഒരാളോട് നമ്മുടെ മനസ്സിന്റെ ഭാരം പങ്കുവെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയുന്നതായിട്ട് അനുഭവപ്പെടാം. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്ക് ഇടവേള നൽകുക എന്നതാണ്. കാരണം ദിവസവും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളുടെ ജീവിതം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം കൂടാൻ കാരണമാകും. അതുമാത്രമല്ല, നമ്മുടെ തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ലെവൽ കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളെ പതിയെ അഡിക്ഷനിലേക്ക് തള്ളിവിടും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ അളവ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഒരിക്കൽ നിങ്ങൾ ഫോൺ മാറ്റിവെച്ച് കുടുംബക്കാരുമായി സന്തോഷത്തോടെ സംസാരിച്ചു നോക്കൂ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ശരീരവും നമ്മളുടെ മനസ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാലും മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെ കുറയും. 1. വ്യായാമം ചെയ്യുക എന്നതാണ്. 2. നടക്കുക. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ മാറും. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന്റെ ഭാരവും കുറയും. 3. ശരിയായ ഉറക്കം ഉറപ്പുവരുത്തുക. പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്, എന്റെ പ്രശ്നം വളരെ പെട്ടെന്ന് തീരുമെന്ന്. ശരിയാണ്, നിങ്ങളുടെ പ്രശ്നം ചെറുതാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തീരും. പക്ഷെ നിങ്ങളുടെ പ്രശ്നം ഒരു വലുതാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സമയങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ. നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയല്ല, അതിനുവേണ്ട സൊല്യൂഷനും അടുത്ത സ്റ്റെപ്പും എങ്ങനെ എടുത്തു വെക്കാമെന്നും അതിന് നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അതിൽ നിങ്ങൾ മടിവെക്കേണ്ടതായിട്ടില്ല. ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാവില്ല. പക്ഷെ നിങ്ങൾ തളരാതെ പോരാടിയാൽ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനും നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകാനും കഴിയും. ചില ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിനകത്ത് മനോഹരമായി എഴുതി വെക്കുക. അതിലെ സ്റ്റെപ്പുകൾ പ്രകാരം നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ തുടർന്ന് 90 ദിവസം ഈ പാറ്റേൺ തുടർന്ന് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും. നിങ്ങൾ സ്ലോ ആണെങ്കിലും നിർത്തരുത്, പതുക്കെയാണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകാം, പക്ഷെ ഇത് മാറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ എന്റെ ജീവിതം കഴിഞ്ഞു എന്നുള്ള ചിന്ത മാറ്റുക. ഇനി മുന്നോട്ടുള്ള ജീവിതം ഏറ്റവും ബെറ്റർ ആകുമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന ഏതാനും കാര്യമാണ് നിങ്ങളുമായി പങ്കുവെച്ചത്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.